ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പശ്ചാത്തല മേഖലയ്ക്ക് മുൻഗണന നൽകി കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കരട് ബജറ്റിന്റെ അവതരണം നിർവഹിച്ചു. ദിനാന്തം കവിതയിലെ ഒരു കവിതാ ശകലങ്ങളിലൂടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്വപ്നങ്ങളിലൂടെയുള്ള യാത്ര തുടർന്നു. ബഡ്ജറ്റ് ഒരു ഗുണപരമായ പദ്ധതിയാണ്. വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കുന്ന ഒരു കലയാണ് ബഡ്ജറ്റ്. അത് ഭാവിയിലേക്ക് കരുതി വെച്ചുകൊണ്ട് വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അന്ത്യമില്ല. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായാലേ അതിനനുസരിച്ച് പദ്ധതികളും ബഡ്ജറ്റും രൂപപ്പെടുകയുള്ളൂ. അതിലൂടെ മാത്രമാണ് വികസനവും സാധ്യമാവുകയുള്ളൂ. മാലിന്യമുക്തവും ദാരിദ്ര്യമുക്തവുമായ ഒരു സംസ്ഥാനം പ്രഖ്യാപിത ലക്ഷ്യമാക്കി കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ ആശയങ്ങളുടെ പതാകവാഹകരായി നിൽക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഗ്രാമവും ഉറപ്പാക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ബജറ്റിനെ കുറിച്ച് വിശദീകരണം നടത്തി. 36,13,161 രൂപയുടെ മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സാങ്കേതികമായിട്ട് പഞ്ചായത്തുകൾക്ക് മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഏതായാലും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഉള്ള ഒരു ബഡ്ജറ്റാണ് എന്നതുകൂടി ഇതിൻ്റെ ഒരു സവിശേഷത ആയി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ വർഷം നമ്മൾ വെളിച്ചത്തിന് പ്രാധാന്യം കൊടുത്തു, അഥവാ തെരുവുവിളക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇന്ന് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, രണ്ടാമത്തെ വർഷം വെള്ളത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ബിജുവിനാണ് ഏറ്റവും കൂടുതൽ ഇത് അനുഭവം ഉണ്ടായത്. നമ്മുടെ കേരളക്കുന്ന് വാഴാട് പ്രദേശത്തുള്ള കുടിവെള്ള പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും ഈ വർഷം കൂടി അവര് ഇങ്ങനെ കൊടമെടുത്ത് പ്രതിഷേധവുമായിട്ട് അമ്മമാരിവിടെ വന്നിരുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അത് പല ആശങ്കകളും പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരത്തിയെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ വാഴാട് തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതി പുതിയ മോട്ടോർ സ്ഥാപിച്ചു, പഴയ പമ്പ് ഹൗസ് നമ്മൾ നവീകരിച്ചു, ഫിൽറ്ററിംഗ് ടാങ്ക് വെച്ചു. സെക്രട്ടറി MS രോഹിണി, അസിസ്റ്റന്റ് സെക്രട്ടറി VH ഷിനോജ്, അക്കൌണ്ടന്റ് സ്മിത രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന്, പി രാജേഷ്, EK മനോജ്, കെ സുദേവൻ എന്നീ ഭരണകക്ഷിയിലെ അംഗങ്ങൾ കരട് ബജറ്റിനെ അഭിനന്ദിച്ച് സംസാരിച്ചു. പാർപ്പിട മേഖല, ലൈഫ് പദ്ധതി, കാർഷിക മേഖല, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കുടിവെള്ളം തുടങ്ങിയ നിരവധിയായ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് കൊണ്ടാഴി പഞ്ചായത്തിന്റെ കരട് ബജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് നിർവഹിച്ചത്. 2024-25 വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരിപ്പായ 59,65,161 രൂപ ചേർത്ത് ആകെ 24,92,33,661 രൂപ വരവും 24,56,20,500 രൂപ ചെലവും നീക്കിയിരിപ്പ് സംഖ്യയായ 36,13,161 രൂപയുടെ മിച്ച ബഡ്ജറ്റിന്റെ അവതരണവുമാണ് നടന്നത്. അഞ്ചാമത്തെ ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറിയ നാൾ മുതൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. സമസ്ത മേഖലയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് CCV ന്യൂസ് കൊണ്ടാഴി.